കിളിയെ ചിറകൾ നിർത്തി വീശുവ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ കേറിവ പടിവാതിലുകൾ ഓടിവ പാടിവ ആടിവ നേടണം അറിവുകൾ അക്ഷരങ്ങളായി എന്ന് തുടങ്ങുന്ന പ്രവേശനഗാനം അല്പസമയത്തിന് മുഴങ്ങാൻ പോവാണ്. നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു സുഖമില്ല. പക്ഷെ പാടി കേൾക്കുമ്പോൾ ഈ പാട്ട് ഇങ്ങനെയും പറയാവുന്നു. പാടി കേൾക്കുമ്പോൾ ഗംഭീര സാധനമാണത്. അത് രസമുള്ള ആവേശം ഉണ്ടാക്കുന്ന സാധനം. അയ്യോ ആണ്ട് അത് കരഞ്ഞു തുടങ്ങിയേ. മേഘരാമനുള്ളി ഒന്നുകൂടെ കാണണേ. മേഘരാമനുള്ളി പറഞ്ഞ് ഇപ്പോൾ സ്കൂളുകളൊന്നും ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കരയുന്നില്ലെന്ന് പറഞ്ഞാണ്. അത് ആ കുഞ്ഞ് കരഞ്ഞു തുടങ്ങി. ഇവിടെ അവിടെ എടുത്ത് പോയി സമാധാനിപ്പിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് നടക്കുന്നൊക്കെ ഉണ്ട്. കിരീടം വെച്ച കുഞ്ഞ് ഇത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പുറത്ത് 3-4 പേർ ഒരു കുഴപ്പമില്ലാതെ ഒരു മൈൻഡും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. മറ്റേ മിഥുനോ സിനിമ അതാണ് രാമൻ. അവനും കരയാട്ടോ. കരച്ചിൽ തുടങ്ങി. അപ്പുറത്ത് കാറിക്കരയാണ് ഇപ്പുറത്തുള്ള എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇപ്പുറത്തെ കുഞ്ഞ് സമാധാനം ഒന്നായി വന്നപ്പോഴത്തേക്കാണ് അപ്പുറത്തവൻ കരയുന്നത് കണ്ടത്. അപ്പോഴത്തേക്ക് വീണ്ടും കരച്ചിലായി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കരച്ചിൽ സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. മേഘനാമനുള്ളൂടെ കാണേണ്ടതുണ്ട്. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. അവനൊരു പ്രശ്നമൊന്നുമില്ല. അവൻ തന്നെ അവിടെ ഡ്രൈവർ സീറ്റിലൊക്കെ കയറിയിരിക്കുന്നു. വേറൊരു കുഞ്ഞപ്പൻ മിഥുന സിനിമയിൽ ഇന്നസെന്റ് നിൽക്കുന്ന പോലെ നിപ്പ് അവിടെ നിൽക്കുന്നുണ്ടോ? ഇപ്പം കാണുന്നില്ല. അയ്യോടാ പാവോടാ അച്ചു. ഏതായാലും ഹാഷ്മി കുറേ നേരമായിട്ട് കുട്ടികൾ കരയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും കുട്ടികളൊക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി മലപ്പുറം പാങ്ങ് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എല്ലായിടത്തും കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാങ്ങിലേക്ക് കുട്ടികൾ എത്തി തുടങ്ങിയോ? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഹാഷ്മി, അമൃത, പാങ് സ്കൂളിലേക്കും കുട്ടികൾ ഇങ്ങനെ എത്തിത്തുടങ്ങി. 16 പേരാണ് 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഹാഷ്മി ഇങ്ങനെ കരയുന്ന കുട്ടികൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വന്ന കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ചേർന്ന് മുൻകാലങ്ങളിൽ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവേശനോത്സവം എങ്ങനെയോ അതിനേക്കാൾ മികച്ച രീതിയിൽ, ഏറ്റവും കളർഫുൾ ആയ രീതിയിൽ ഈ പ്രവേശനോത്സവം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാലയം ഒന്നടങ്കം ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഹൃദയം നിറയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ സ്കൂളിലേക്ക് ഓരോ ആളുകളായി, ഈ പല മേഖലകളിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇവിടേക്ക് സ്കൂളിന് വേണ്ടി ഓരോന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 1ാം ക്ലാസ്സിലേക്ക് ഒന്ന് കയറി നോക്കാം. കുറച്ച് കുട്ടികൾ, ആകെ 16 പേരേ ഉള്ളൂ. ഇത്തവണ ചില പരിമിതികൾ, അതായത് ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ കരുതി വളരെ കുറച്ച് അഡ്മിഷനേ ഉണ്ടായിട്ടുള്ളൂ ഇത്തവണ എന്നുള്ളതൊരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 1ാം ക്ലാസ്സിലേക്കും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഹായ്, ഇതാണ് നല്ല ഹാപ്പി ആണല്ലോ. ചോപ്പ് കുപ്പായൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അപ്പൊ നീ ഹാപ്പി അല്ലേ? എല്ലാ ദിവസവും യൂണിഫോം ഇടാനാണ് ഇഷ്ടം? ഇങ്ങനത്തെ കുപ്പായ ഇടാനാണ് യൂണിഫോം ഇടാനാണ് ഇഷ്ടം? പിന്നെ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലേക്കാ? നീയോ? 1ാം ക്ലാസ്സിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് ക്ലാസ്സിലേക്കാ? മോനോ? 1ാം ക്ലാസ്സിലേക്ക്. എന്താ സന്തോഷം. ഏട്ടന്മാരൊക്കെ ഉണ്ടോ ഈ സ്കൂളില്? നല്ലൊരു പാട്ടൊക്കെ പാടാൻ അറിയാ? എന്നോട് പറഞ്ഞല്ലോ, അതാ ഇയാൾക്ക് പാടാൻ അറിയാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നല്ല പാട്ടുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവര് ഈ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കുന്നതല്ലേ കുറച്ചുകൂടെ രസം? അല്ല, വീട്ടിലിരുന്ന് കളിക്കുന്നതല്ലേ കുറച്ചുകൂടെ രസം? അല്ലേ? ഇവിടെ വരുന്ന ഇഷ്ടം അല്ലേ? ഇന്നിപ്പോൾ എന്തൊക്കെയാ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഹാഷ്മി? ഇവിടെ പായസം ഉണ്ട്, ബിരിയാണി ഉണ്ട്. അതുൽ നറുകരേനെ കേട്ടിട്ടുണ്ടോ? പാട്ടുകാരൻ. നമ്മുടെ ഏത് പാട്ടാ ഏട്ടൻ പാടിയത്? പാലാപ്പള്ളി, തിരുപ്പള്ളിയൊക്കെ പാടിയ ആണല്ലേ? ആ അങ്കിള് വരുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ പാട്ടൊക്കെ പാടി തരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.